പറ ലക്ഷ്മണ. സാർ എന്തൊക്കെയായി പറയുന്നത്? സാർ, ഇതിൽ സംഭവിച്ചതൊന്നും നീ എഴുതാതെ വിട്ടിരിക്കുന്നു. ഇത് കൃത്യമായി നീ ഒന്ന് പൂരിപ്പിക്കണം. ഐ മീൻ, അന്നേ ദിവസം നടന്ന കാര്യങ്ങൾ കൃത്യമായി നീ ഇതിൽ എഴുതിയിരിക്കണം. അല്ലെങ്കിൽ എല്ലാം വെടുപ്പായിട്ട് എന്നോട് പറയാം. സാറേ, അവളെൻ്റെ ജീവനാ. ആ കുട്ടിയുടെ കഴുത്തിൽ ആരോ ശക്തിയായി ഞെരിച്ചിരിക്കുന്നു എന്ന ഡോക്ടറുടെ റിപ്പോർട്ടായത്. ആ പതിഞ്ഞിരിക്കുന്ന കൈപ്പത്തി നിന്റേതാണെന്ന് ഉറപ്പിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ട് ഇതാ. ഇനി പറ ലക്ഷ്മണ, എന്താണ് സംഭവിച്ചത്? അന്ന് രാവിലെ 9 മണിയോടുകൂടി പൊന്നി കുളിക്കാൻ കയറി. എനിക്ക് മൃഗാശുപത്രിയിലേക്കൊന്ന് വിളിക്കാനുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട്. നിന്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് നീ പൊന്നിയുടെ ഫോൺ എടുത്ത് വിളിച്ചു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്സപ്പിലേക്കൊരു വീഡിയോ വന്നു. അത് കണ്ട് നീ ഞെട്ടി, നിന്റെ മോളും ഞെട്ടി. ഈ കഥ നീ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ. അന്ന് പറഞ്ഞതിൽ വിട്ടുപോയത് എന്തെങ്കിലും, അല്ലെങ്കിൽ പറയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ലാസ്റ്റ് ചാൻസ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലക്ഷ്മണ? പറയണം. അന്ന് പറയാത്ത ചില കാര്യങ്ങളുണ്ട് സാറേ. ആദ്യം പറഞ്ഞപ്പോൾ ഈ അടി സീക്വൻസ് ഇല്ലായിരുന്നല്ലോ ലക്ഷ്മണ. പേടിച്ചിട്ടാ. ഞാൻ അടിച്ചതിൻ്റെ വിഷമം കൊണ്ടാണോ അവള് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് നിങ്ങൾ സംശയിച്ചാലോ എന്ന് കരുതിയിട്ടാ. യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാ സാറേ. നീ ആ ഫോണിൽ തന്നെ നീ പറഞ്ഞത് 95% ശരിയാണ്, 5% കളവാണ്. സാറേ, ഞാൻ എന്ത് കളവാ പറഞ്ഞത്? നീ ആ വീഡിയോ കണ്ടു, നീ കണ്ടെന്ന് അവളും കണ്ടു. ആ ദേഷ്യത്തിന് നീ അവളുടെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ചു. അല്പസമയത്തിന് ശേഷം നീ കൈവിട്ടു, അവൾ താഴെ വീണു. അതുവരെ കറക്റ്റാണ്. വീണ് കിടന്നിട്ട് അവൾ ചുമച്ചു എന്ന് പറഞ്ഞത് കള്ളം. അല്ല സാറേ, അവൾ ചുമച്ചില്ല ലക്ഷ്മണ. അവൾ അനങ്ങിയില്ല, അഥവാ അനക്കമില്ല. അവൾ മരിച്ചുപോയെന്ന് കരുതി നീ ടെൻഷനായി, ശരിയല്ലേ? പെട്ടെന്ന് അവളെ കെട്ടിത്തൂക്കുകയല്ലാതെ നിന്റെ മുമ്പിൽ വേറെ വഴിയില്ലായിരുന്നു. നീ അവളെ കെട്ടിത്തൂക്കി തൊഴുത്തിലേക്ക് പോയി. ആയുസിൻ്റെ വലിപ്പം കൊണ്ട് അപ്പോൾ വീട്ടിലേക്ക് വന്ന അയൽക്കാരി രമ അത് കണ്ടു. അവരലറി വിളിച്ച് ആളെ കൂട്ടി. ഇതല്ലേ സത്യം? അല്ല സാറേ, മുത്തപ്പനാണേയല്ല. അത് കഴിഞ്ഞ് അവള് എൻ്റെ കാല് വട്ടം പിടിച്ചു. അത് കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് പോയത്. ഞാനല്ല സാറേ. എന്നാൽ പിന്നെ പോലീസിൻ്റെ മുന്നിലുള്ളത് ഒരേ ഒരു സാധ്യതയാണ്. സാഹചര്യ തെളിവുകളും അതിനാണ് ബലം നൽകുന്നത്. അത്യാവശ്യം നല്ല മദ്യപാനിയാണ് ലക്ഷ്മണനെന്ന് അന്ന് വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഇല്ല സാർ, ഞാൻ ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ. സാറ് പറയട്ടാ. മദ്യലഹരിയുടെ അബോധത്തിൽ മകളെ ബലാത്കാരമായി പ്രാപിച്ച ലക്ഷ്മണൻ അത് പിന്നീടുള്ള ദിവസങ്ങളിലും തുടരാൻ ശ്രമിച്ചപ്പോൾ അവൾ എതിർത്തു. താനിത് ലോകത്തോട് വിളിച്ചു പറയൂന്ന് അവൾ പറഞ്ഞു. പിന്നെ അവളെ കെട്ടിത്തൂക്കി കൊല്ലുകയല്ലാതെ ഇനി കല്യാൺ ചാത്തു. ലക്ഷ്മണ, സ്വന്തം മോളെ കൊല്ലാൻ നോക്കിയിട്ട് നീ തന്നെ പരാതിയുമായിട്ട് വന്നാൽ രക്ഷപ്പെടാമെന്ന് കരുതിയോ? ആ കൊച്ചിന് ഉടനൊന്നും ബോധം തെളിയില്ല എന്ന് നിനക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഇത്ര ധൈര്യത്തിൽ നീ അഭ്യാസം കാണിച്ചത്? എനിക്കും ഒരു പെൺകുട്ടിയാ. ചെയ്ത തെമ്മാടിത്തരത്തിന് നിന്നെ നിയമത്തിന്റെ മുമ്പിൽ സമാധാനം പറയിപ്പിച്ചിട്ടേ ജയചന്ദ്രൻ അടങ്ങൂ. നീ നോക്കിക്കോ. കൊണ്ടുപോയി അങ്ങോട്ട് നടക്കണം. കൈ വെക്കുന്നു.
തന്നെ ഞാൻ സമ്മതിച്ചിടോ JP. പ്രിയ എന്നോട് വിളിച്ച് നമ്മളെ മോനൊരു ആദിവാസി പെണ്ണുമായിട്ട് എന്തോ റിലേഷൻ ഉണ്ടെന്നും എന്തോ വീഡിയോ എടുത്തെന്നൊക്കെ പറഞ്ഞപ്പോൾ ലിറ്റിൽ ഐ വാസ് ഷോക്ക്ഡ്. ഇവളും പേടിച്ചു പോയായിരുന്നു. നന്ദിയോട് കുടുംബത്തിൻ്റെ അഭിമാന പ്രശ്നമായിരുന്നില്ലേ? ഹെൽപ്പ് വേണമെന്ന് ഒരൊറ്റ ഫോൺ കോളാണ് ഞാൻ ചെയ്തത്. താൻ കാര്യങ്ങളൊക്കെ അന്തസ്സായിട്ട് ചെയ്തല്ലോ. ഞാനല്ല, ഇവർ രണ്ടോ യഥാർത്ഥ ഹീറോസ്. ഇവരില്ലായിരുന്നെങ്കിൽ പണി വെടിപ്പായിട്ട് നടക്കുകയില്ലായിരുന്നു. താങ്ക് യു സോൾമേറ്റ്സ്. ഈ നവീന്റെ അച്ഛനെ കാണണമെന്ന് ഞാൻ വൈഫിനോട് പറഞ്ഞിരുന്നെങ്കിലും നന്ദിയോട്ടെ കൃഷ്ണമേനോൻ സാറിന്റെ ചെറുമകനാണ് അവരെന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ JP ആണ് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞത്. എങ്ങനെ ഈ കേസ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് അന്നത്തെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അന്നേരത്തെ ഒരു ഭാഗ്യം പോലെ താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷേബ വിളിച്ചിട്ട് സാറിനെ കാണണമെന്ന് പറഞ്ഞു. നമ്മുടെ കുട്ടി ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം. അതിന് ആദിവാസി കോളനിയിലെ ഏതെങ്കിലും പയ്യനെ പ്രതിയാക്കണമെന്നായിരുന്നു എൻ്റെ ഐഡിയ. അപ്പോഴാണ് ഡോക്ടർ വിളിച്ചിട്ട് പറയുന്നത് ഈ തൂങ്ങിയ പെണ്ണ് ഉടനൊന്നും എഴുന്നേക്കത്തില്ലെന്നും അവൾ വെർജിനല്ലെന്നും. അത് മാത്രമല്ല, അവളുടെ കഴുത്തിലൊരു കൈയടയാളവുമുണ്ട്. ആ കൈയടയാളം നമ്മുടെ ചെക്കൻ്റെ ആവല്ലേ എന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതെ, പക്ഷെ ഫിംഗർ പ്രിന്റ് വന്നപ്പോൾ ദൈവം നമുക്ക് ഒരുക്കി വെച്ച പോലെ സ്വന്തം തന്തയുടെ കൈപ്പണം. ചുരുക്കി പറഞ്ഞ ആ ഒരൊറ്റ പകലോണ്ടാ ഞങ്ങൾ കേസ് തലകീഴ് മറിച്ചത്. ആ പെൺകൊച്ച് ഉടനൊന്നും ഉണരാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. അഥവാ ഉണർന്ന് അവൾ സത്യം പറഞ്ഞാലും അത് സ്വന്തം തന്തയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണ് നമുക്ക് വരുത്തി തീർക്കാം. പക്ഷെ അതുവരെ നവീനെ എവിടെയെങ്കിലും മാറ്റി പ്ലേസ് ചെയ്തിരിക്കണം. അതിന് ഞാൻ അവനെ സേഫായിട്ട് ബാംഗ്ലൂരേക്ക് മാറ്റി. പിന്നെ എന്നെ നേരിട്ട് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് നന്ദിയോട് ഫാമിലിയെ ഈ മാനക്കേടിന് രക്ഷിച്ചു. മൈ പെൻ, മൈ ചെക്ക് ആൻഡ് ഹാപ്പിനെസ്. തുക മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി, അത് എത്രയായാലും. സോറി മിസ്റ്റർ മേനോൻ, നിങ്ങൾ അത്രയും വന്നില്ലെങ്കിലും ഞാനും അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ളൊരു തറവാട്ടിലെയാണ്. ഇവർക്കൊക്കെ ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ കൊടുക്ക്, എനിക്ക് വേണ്ട. പിന്നെ ഞാൻ എന്തിനകത്ത് ഇടപെട്ടു എന്ന് ചോദിച്ചാൽ, ഒരു മേനോൻ പയ്യൻ ഒരു ആദിവാസി പെൺകുട്ടിയെ കെട്ടണ്ട. ജയൻ സാറേ, ഈ ജാതിക്കാച്ചാറിൻ്റെ ഒരു പാല. മിസ്റ്റർ നായർ, വീട് എവിടെയാ? കുന്നിക്കോട്. കുന്നിക്കോട്? കുന്നിക്കോട് നമ്മളെ മുൻ MLA പ്രകാശ് നേരെ അറിയോ? എൻ്റെ അമ്മാവന. ആണോ? കേട്ടോ പ്രിയേ, നമ്മളെ പ്രകാശ് നേരെ അനന്തരവനാ. ഈ പോലീസിന്റെ രീതി വെച്ച് ഞാൻ ഇന്നലെ അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. ഒന്ന് മനസ്സിൽ വെക്കട്ടെ കേട്ടോ. ഓ, അത് സാരമില്ല കൊച്ചാട്ടാ. അശോകൻ? ഞാനീഴവനാ. അതല്ല, വീട് എവിടാന്ന്? പെരുമ്പിലാവ്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചൊക്കെ ഇരിക്കേ, എനിക്ക് അത്യാവശ്യമായിട്ട് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ശരി. അശോക, തനിക്ക് വന്നേ. ഇവിടെ താൻ ആ മേനോൻ്റെ ഒന്നും വല്ലതൊക്കെ വാങ്ങുന്നതുള്ള മൂന്നാമതൊരാൾ അറിയരുത്. സാറിന് സമുദായ സ്നേഹം മാത്രം മതി. ഞാൻ വലിയ പ്രാരാബ്ധക്കാരനാ സാറേ. ആ, സൂക്ഷിച്ചാൽ മതി.